വ്യോമമാർഗത്തോളമുദ്ധിതമായൊരു ഹോമധൂമം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ, ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോട് തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായച്ചിടുക സാമോദമാശു കപികുലവീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ട് മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടിപ്പടയോടും മഹാമതിലേറിക്കടന്നങ്ങു രാവണ മന്ദിരം ബുക്ക് പുരപാലകന്മാരെയും കൊന്ന് മർക്കടവീരരൊരുമിച്ചനാകുലം വാരണവാജി രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാത്സരമ നിജകരസജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹാദ്വാരബന്ധന പാഷാണം ആമയഹീനം പൊടിപെടുത്തങ്കദൻ. തത്ര ഗുഹയിലകമ്പുക്ക നേരത്ത് നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികേ. മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണുമടച്ചുടൻ ധ്യാനിച്ചിരിക്കും അപുണ്യജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊൽകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹാശ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ അതുകൊണ്ടു സത്വരം. ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല മാനസേ രാവണനും. ജയകാംക്ഷയാം മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിശ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കപിവരരെന്നെ തലമുടി ചുറ്റിപ്പിടിപെട്ട് പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതുപോരെ പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായിക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതം ഇനിയെന്തോന്നു ദുർമതേ. ജീവിതാശാതേ ബലീയസി മാനസേ. ഹാ വിധി വൈഭവം എത്രയും അദ്ഭുതം. അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭുവി. ശത്രുക്കൾ വന്ന് അവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നത് ഉത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവന് തൻ പ്രാണഭയം കൊണ്ട് മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ട് ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അങ്കദൻ തന്നോടടുത്താൻ അതുകണ്ട് തുംഗശരീരികളായ കവികളും രാത്രിഞ്ചരേശ്വര പത്നിയെയും
അയച്ചാർത്തു വിളിച്ച് പുറത്തു പോന്നിടിനാർ. ഹോമമശേഷം മുടക്കി വയമെന്ന് രമാന്തികെ ചെന്ന് കൈതൊഴുതിടിനാർ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ, ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാനസംഭവം ശോകമാകുന്നതും അജ്ഞാനജാതം അഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബദ്ധവും ദേഹിക്ക് സംസാരവും അതു കാരണം ശോകഭയ ക്രോധലോഭമോഹസ്പൃഹ രാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളക നീ. ജ്ഞാനസ്വരൂപനാം ആത്മാവരൻ അദ്വയൻ ആനന്ദപൂർണ സ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗമതിന് മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലാകിലോ രാമസായകമേറ്റ് കൈവല്യവും പ്രാപിപ്പൻ ഇല്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടനെന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ. ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ട് മണ്ഡോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളതു നേരം, രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്ന് ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുന്നം 1,00,000 യോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മന്നിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും 3 അടി മണ്ണ് ബലിയോടു യാചിച്ചു മൂലോകവും 3 അടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീസുതാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥാ. നിർലജ്ജനാകയാൽ മൂഢ ജളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമന്
സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്കുകേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. ഭാവിച്ചവണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ട് ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിന് തൻകാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരുമൊന്നിച്ചു 10 കഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം. കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ, നിങ്ങളിവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോടു പോർ ചെയ്തൊടുക്കിയിടുവൻ ആനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു. നിശാചരസേനയിൽ ചെന്ന് ചാടിയിടിനാനേകനാം ഈശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങ് അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ. രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവമന്നേരം എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരമൊരുപോലെ യാതുധാനാവലിയോട് രഘുത്തമൻ. അസ്ത്രം വർഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു. മേതുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും കാളിയും കോളികളും കബന്ധങ്ങളും കാളനിശീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകകൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതന്നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും. ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ ആകാശചാരികൾ ആനന്ദപൂർവകം. 12 നാഴിക കൊണ്ട് നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു. രാഘവനന്നേരം മർക്കടനായകന്മാരോടരുൾ ചെയ്തിത് ഇക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശനുമൊഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനതു നേരം
രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശുകുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർത്ഥപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യുവരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്ന് ഇവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയും ഉണ്ടോ വിചാരം ആപത്തിങ്കലുണ്ടാവും. സിദ്ധമല്ലായ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതന്മേലിൽ നന്നായി വരുമവൻ. നീചനിവൻ കുലമൊക്കെ മുടിപ്പതിൻ ആചരിച്ചാനിതു തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കസ്മലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും പാരം ഗുരുജന ദോഷവുമുണ്ടിവനാരെയുമില്ല കൃപയുമൊരിക്കലും. ഇമ്മഹാഭാവി ചെയ്തോരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. യുദ്ധം പുരസ്ത്രീ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങളുണ്ടായതനാദരിച്ച് ഉന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ. വാനരവീരരും രാക്ഷസരോടെതിർത്താരതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചരവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ട് വിരൂപവിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ട് കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കവിരാജനും. നന്നായിതെന്ന് വിരൂപാക്ഷനുമത വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം പൊക്കുമേവിനാൻ.
തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ. തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ട് അതിക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും. അംഗദൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും പോർമദത്തോടുമടുത്തു കപികളെ തമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂഴിയിൽ. രാമനുമൈന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു തമസാസ്ത്രത്തെയും. അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമെയ്താൻ അതു വന്നളവാതുരന്മാരായിതു ആശുകവികളും വാരണസൂകര കുക്കുട ക്രോഷ്ടുക സാരമേയോരക സൈരിഭവായ സവാനര സിംഹരുരു മൃഗകാകഗൃധ്രാനനമായി വരുമാസുരാസ്ത്രാത്മകം മുദ്ഗരപട്ടസ ശക്തിപരശ്വത ഖഡ്ഗശൂലപ്രാസ ബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവ് ആഗ്നേയമസ്ത്രമേതാൻ മനുവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യനഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവ് ആസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമേത് അൽപേതരായുധ കാണായിതന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിടിനാൻ മാനവവീരനും. സൗര്യാസ്ത്രമെയ്താൻ ദശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരം ആ ഖണ്ഡലവൈരിയും ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങളിൽ ഭേദിച്ചളവ് ഉത്തമ പൂരുഷനാകിയ രാഘവൻ 100 ശരങ്ങളായി താനതു കൊണ്ടുടൽ കീറി മുറിഞ്ഞിത് നക്തഞ്ചരേന്ദ്രനും. ലക്ഷ്മണനേഴു ശരങ്ങളാലുക്കോടു തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ. 5 ശരമെയ്തു സുതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും. അശ്വങ്ങളെ ഗദ കൊണ്ട് വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം. ദശാനനൻ ഭൂതലേ ചാടി വീണാശുവേൽ കൊണ്ട് അതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു. ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹീതലേ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയം കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്ത് ലക്ഷ്മണൻ മുൽപ്പുക്ക് ബാണങ്ങളെയ്തിത് നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ. കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാർ വിഭീഷണനെ തഥാ രക്ഷിക്കിൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിടിനാൻ. ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും. വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ട് ഉള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. ശക്തി പറിപ്പതിനാർക്കും കവികൾക്കും ശക്തി പോരാഞ്ഞ് രഘുകുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ. മിത്രതനയ സുഷേണ
ജഗത്പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാതരാൽ